നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ചാപ്റ്ററിലുള്ള 12ാമത്തെ ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു 3-dimensional geometry. 3-dimensional geometry. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം 3-dimensional geometry എന്ന പാഠഭാഗത്തിലോട്ട് കടക്കാം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം 2 dimension എന്ന് പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അത് നമുക്ക് ഫെമിലർ ആയ കാര്യമാണ്. എക്സ് വൈ, എക്സ് ബാർ, വൈ ബാർ, ഒറിജിൻ, ഇങ്ങനെയൊക്കെ നമുക്ക് വരക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, y equal to x. How can plot this line into this 2-dimension diagram? If you substitute the corresponding value of x, then automatically we will get the output value. നമ്മൾ എക്സിന് എന്ത് വാല്യൂ കൊടുക്കണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈന് ഔട്ട്പുട്ട് വാല്യൂ കിട്ടും. അത് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ ഇങ്ങനെ ഗ്രാഫ് കിട്ടും. അതേ സമയത്ത് ഇത് നമുക്ക് 2 dimension എന്ന് പറയാം. 2 dimension 2D 2 dimension എന്ന് പറയും. 3 dimensionോട്ട് മാറുമ്പോൾ അതിന്റെ ആക്സസിലും മാറി ഇങ്ങനെ വരും. എക്സ് വൈ സെറ്റ് കോർഡിനേറ്റ് ആയി മാറി. എക്സ് വൈ സെറ്റ് കോർഡിനേറ്റ് ആയി മാറി. ഇത് 3 ഡയമെൻഷനിലോട്ട് മാറി. അതാണ് നമ്മൾ 3-dimension geometry എന്ന് പറയുന്നത്. എന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇനി ഈ 3-dimension geometry ആദ്യം വരുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് ഒക്ടന്റ് എന്ന് പറയും. ഒക്ടന്റ്. അപ്പൊ എന്താണ് ഒക്ടന്റ്? ഒക്ടന്റ് എന്ന് പറയുന്നത് the sign of the coordinates of a point. The sign of a coordinates of a point determine the octant. octantന് ഡിറ്റർമിനേഷൻ ചെയ്യുന്നത് ഗിവൺ കോർഡിനേറ്റ്. ഇത് ഗിവൺ കോർഡിനേറ്റ് ആണ്. ആ കോർഡിനേറ്റിന്റെ സൈൻ നോക്കിയാണ് നമ്മൾ ഇത് ഏത് ഒക്ടന്റ് ആണെന്ന് മനസ്സിലാക്കേണ്ടത്. ഏത് കോർഡിനേറ്റ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒക്ടന്റിന് ഒരു ടേബിൾ ഉണ്ട്. അതാണ് ഏറ്റവും രസകരമായ കാര്യം. അപ്പോൾ ആ ടേബിൾ ഞാൻ ഇവിടെ വരയ്ക്കാം. അപ്പോൾ ഇത് ആ ടേബിൾ ബൈ ഹാർട്ട് ആക്കാതെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇവിടെ 3 റോ വേണം. എക്സ് വൈ സെഡ് 8 ഒക്ടന്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ 8 കോളം വേണം. 2 3 4 5 6 1 2 3 4 5 6 7 8 ഇത്രയും അവിടെ വേണം. അപ്പോൾ ഇവിടെ 1 2 3 4 5 6 7 8 അങ്ങനെ നോർമൽ ലെറ്റർ ചെയ്തു. ഇത് എങ്ങനെ ഫില്ല് ചെയ്യാം? അപ്പൊ ആദ്യത്തെ 2 പോസിറ്റീവ് ആണ്. അടുത്തതെന്ന് പറയുന്നത് നെഗറ്റീവ് പോസിറ്റീവ്. ഇതിന് അത് 2 പോസിറ്റീവ് എഴുതാം. ഈ പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കാം. ഇത് അതുപോലെ തന്നെ അടുത്ത തവണ എന്ത് ചെയ്യാം? ഇത് തന്നെ ഇതിനെന്ത് ചെയ്യാം? നെഗറ്റീവ് ആക്കാം. അടുത്ത തവണ ഈ രണ്ടാമത് എഴുതുന്ന ഓപ്പോസിറ്റ് എഴുതാം. പ്ലസ് മൈനസ് 5 6 7 8 ഇത് തന്നെ ഫില്ല് ചെയ്യാം. ഒന്നും കൂടി പ്ലസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് മൈനസ്. ഇനി ഇവിടെ എന്ത് വേണം? ഈ താഴത്തെ ആദ്യത്തെ 4 എണ്ണം എന്ന് പറയുന്നത് പ്ലസും അടുത്ത 4 എണ്ണം എന്ന് പറയുന്നത് മൈനസ് ആക്കി എഴുതാം. അപ്പൊ ഈ ഒക്ടന്റ് ടേബിൾ ഈ രീതിയിൽ ആദ്യത്തെ ഇത് ഫില്ല് ചെയ്ത് ഇത് കോപ്പി പേസ്റ്റ് അടിക്കാം. ആദ്യത്തെ 4 എണ്ണം പോസിറ്റീവും അടുത്ത 4 എണ്ണം നെഗറ്റീവ് ആണ്. അപ്പൊ അങ്ങനെയാണ് ഇത് ഉപയോഗിച്ച് 1 വേർഡ് ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. 2 5 6 എക്സ് വൈ സെറ്റ് കോർഡിനേറ്റ്. അപ്പോൾ 3 പോസിറ്റീവ് ആണ്. അപ്പോൾ എക്സ് വൈ സെറ്റ് 3 പോസിറ്റീവ് ചെയ്യുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെയുള്ള കാറ്റഗറി വരില്ല. അപ്പോൾ ഇത് ടിലൈസ് ഇൻ ഫസ്റ്റ് ഒക്ടന്റ് എന്ന് എഴുതണം. For example, -2
പോസിറ്റീവ് 5 മൈനസ് 6 ആണെങ്കിൽ മൈനസ് പോസിറ്റീവ് മൈനസ് മൈനസ് പോസിറ്റീവ് മൈനസ് മൈനസ് പോസിറ്റീവ് അങ്ങനെ ഉണ്ടോ നോക്കാം. മൈനസ് പോസിറ്റീവ് മൈനസ്. അപ്പോൾ ഇത് ഏതാ ഉള്ളത്? 6th octant എന്ന് പറയും. 6th octant കേസിൽ ഇത് നമുക്ക് വരും. അങ്ങനെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എക്സസൈസ് 12.1ലുള്ള കുറച്ച് വൺ വേർഡ് ആണ്. എ പോയിന്റ് on the x-axis, a point on the x-axis, what are its y coordinate, what are its y coordinates and z coordinates, what are its y coordinates and z coordinates. A point on the x-axis മേലെ പോയിന്റ് ഉള്ളത്. അപ്പൊ x-axis മേലെ പോയിന്റ് ഉണ്ടാകുമ്പോൾ y-ഉം z-ഉം എന്തായാലും നമുക്ക് എന്താ പറയാ, y z എന്ന് പറയുന്നത് എന്തായാലും 0 ആണ്. y z എന്ന് പറഞ്ഞാൽ 0 ആണ്. അടുത്ത നമ്പർ 2 എന്ന് പറയുന്നത് a point is in the xy plane. A point is in the xy plane. A point is in the xy plane. അപ്പോൾ പ്ലെയിന് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ആ പോയിന്റ് ഉള്ളത്. വാട്ട് ക്യാൻ യു സേ അബൌട്ട്, വാട്ട് ക്യാൻ യു സേ അബൌട്ട്, വാട്ട് ക്യാൻ യു സേ അബൌട്ട്, വാട്ട് ക്യാൻ യു സേ അബൌട്ട് ഇറ്റ്സ് വൈ കോർഡിനേറ്റ്സ്, ഇറ്റ്സ് വൈ കോർഡിനേറ്റ്സ്, ഇറ്റ്സ് വൈ. അതായത് പോയിന്റ് ഉള്ളത് കറസ്പോണ്ടിങ് xy plane ആണ്. A point is in the xy plane ആണ്. So what can you say that about its y coordinate? അപ്പോൾ xy plane ആണെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y coordinate എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും? 0 എന്ന് പറയാം. അടുത്ത third one, name the octant in which the following point line. കുറേ തന്നിട്ടുണ്ട് ഈ പോയിന്റ് ലൈൻ. അത് നേരത്തെ എഴുതിയ പോലെ തന്നെയാണ്. കുറച്ചിങ്ങനെ ഓർഡേർഡ് ട്രിപ്പിൾ ആയിട്ട് തരും, 3 ഡയമെൻഷനുള്ള പോയിന്റ് തരും. അത് നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. സെൽഫായിട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 4 - 2 3. അപ്പോൾ നമുക്ക് ഇത് എക്സ്, ഇത് വൈ, ഇത് സെറ്റ് ആണ്. അപ്പോൾ കോളം വൈസ് നോക്കാം. കോളം വൈസ് നോക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ വരുന്നത് നോക്കാം. പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ അത് അങ്ങനെയുള്ള പോസിബിലിറ്റി ഏതാ നോക്കാം. അത് ഒക്ടാന്റ് ആയിട്ട് അത് സെൽഫായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഫോർത്ത് വൺ, fill in the blanks. അതിൽ ഒന്നാമത്തെ the x-axis and y-axis, x-axis and y-axis taken together determine a plane known as dash. The x-axis and y-axis taken together determine plane. X-axis y-axis വരുന്ന ആ പ്ലെയിൻ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാൻ പറ്റും? xy plane എന്ന് പറയും. xy plane. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, the coordinates of points in the xy plane. The coordinates of the point xy plane. The coordinates of point in the xy plane. അത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. xy plane are of the form dash. xy പ്ലെയിനിലുള്ള കോർഡിനേറ്റ്സിന്റെ ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? x, y, 0 ആയിരിക്കും. x, y, 0. അത് നമുക്ക് പോയിന്റ് അറിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒന്നാമത്തെ, the coordinates plane divide the coordinate planes divide the space into
ഡാഷ് ഓക്ടന്റ്. എത്ര ഓക്ടന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും? നമ്മൾ ഓക്ടന്റ് എന്ന് പറയുമ്പോൾ 8 ഓക്ടന്റ് ആയിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ വൺ വേർഡ് ആയിട്ട് വരുന്നത്. നമുക്ക് ഇതിൽ ഏതായാലും കുറച്ച് എക്സസൈസ് ഉള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ അതിലോട്ടാണ് ഇനി കടക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളാണ്, നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points. Distance between 2 points. Distance between 2 points. നമുക്കറിയാം distance between 2 points വരുമ്പോൾ when the points are given in the form as ഇങ്ങനെയാണ് വിചാരിക്കുക, x1 y1 z1 x2 y2 z2 ഈ ഒരു ഫോമിലാണ് തരുന്നത് വിചാരിക്കുക. The distance between these 2 points can be written as in the form as നമുക്ക് എങ്ങനെ എഴുതാം? So square root of x2 minus x1 whole square plus y2 minus y1 whole square plus z2 minus z1 whole square എന്ന രീതിയിൽ നമുക്കിവിടെ എഴുതാൻ വേണ്ടി പറ്റും. x2 minus x1 whole square plus y2 minus y1 whole square plus സെക്കൻഡ് മൈനസ് ഫസ്റ്റ് സെക്കൻഡ് മൈനസ് ഫസ്റ്റ്. ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത്. നമുക്ക് എക്സസൈസ് 12.2 ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോളോയിങ് പെയർ ഓഫ് പോയിന്റ്സ്. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോളോയിങ് പെയർ ഓഫ് പോയിന്റ്സ് ആണ്. ആ പോയിന്റ്സ് വന്നിട്ടുണ്ട് 2 3 5 4 3 1 തന്നിട്ടുണ്ട്. അപ്പം ഈ ഫോമുല ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തെറ്റ് വരാതിരിക്കാൻ വേണ്ടി സംശയമുള്ളവർ x1 ഇത് y1 ഇത് z1 എഴുതാം, ഇത് x2 ഇത് y2 ഇത് z2 എന്ന് എഴുതാം. അപ്പം ഈ ഫോമുല പ്രകാരം നമുക്കറിയാം, ഫോമുല പ്രകാരം x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 minus 2 whole square plus 3 minus 5 whole square plus 1 minus 5 whole square there. 1 minus 5 whole square. So that equal to 4 minus 2 whole square 2. അല്ലെങ്കിൽ അതിന്റെ സ്ക്വയർ എഴുതിയാൽ മതി. ഇത് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് 4 ഹോൾ സ്ക്വയർ. അത് കൃത്യമായിട്ട് എഴുതാം. സ്ക്വയർ റൂട്ട് ഓഫ് 4 plus 16 that equal to square root of 24 എന്ന് കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് ഇതൊരു മാറ്റം വന്നിട്ടുണ്ട്. 3 മൈനസ് 3 ആണ് വേണ്ടത്. ഇവിടെ 5 ആണ് കയറിയത്. 3 മൈനസ് ആൻസർ കിട്ടാതെ 0 അപ്പം ആൻസർ ഈസ് 20. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് മാറിപ്പോയി. y2 3 മൈനസ് 3 ചെയ്ത് പിന്നെ അതിൻ്റെ മൈൻഡ് 5 കൊടുക്കും. പക്ഷെ അങ്ങനത്തെ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. സോ അത് സിമ്പിളാണ് വെച്ചിട്ട് തെറ്റ് വരാതെ നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ അടുത്ത ക്വസ്റ്റ്യൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇതേപോലത്തെ ഇത് തന്നെയാണ്. -372 2 4 minus 1 ആണ്. So that equal to square root of x1 y1 z1 x2 y2 z2 ആയിട്ട് എടുത്തു. ഇപ്പോൾ 2 മൈനസ്. സോ ഇവിടെ ഒരു അപകടമുണ്ട്. 2 മൈനസ് ഫോർമുലയിലുള്ള മൈനസും ഈ മൈനസ് ഇതിൻ്റെ മൈനസ് ആണ്. പ്ലസ് 4 മൈനസ് 7 ഹോൾ സ്ക്വയർ പ്ലസ് -1 -2 ഹോൾ സ്ക്വയർ. സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് എന്തായി മാറും? പോസിറ്റീവ് ആയി മാറും. സോ 4 മൈനസ് 7 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -3 ഹോൾ സ്ക്വയർ പ്ലസ് ഇത് -3 ഹോൾ സ്ക്വയർ എന്ന് വരും. സ്ക്വയർ റൂട്ട് ഓഫ് ആഡ് ചെയ്യുമ്പോൾ 5 ആണ്. 5ന്റെ സ്ക്വയർ 25 പ്ലസ് 9 പ്ലസ് 9 ദാറ്റ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 25 പ്ലസ് 18. സോ ദാറ്റ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 ബാലൻസ് 1 42 എന്ന് പറഞ്ഞത് നമുക്ക് ആൻസർ ഉണ്ടാവും. ഇവിടെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ 5 ആണ്. ഓക്കെ.
25 ഒന്ന് കൂടും 42. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ മെത്തേഡ് പ്രകാരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇത് വെച്ച് നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്, ഒരുപാട് വർക്കൗട്ട് ചെയ്യാനുണ്ട്. ബേസിക്കലി ഇത് മാത്രമേ നമുക്ക് അറിയണ്ടു. അപ്പം അതിലുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ഷോ ദാറ്റ് എന്ന് പറഞ്ഞാൽ ST എന്ന് എഴുതിയാൽ മതി. ദി പോയിന്റ്സ് -2, 3, 5, 1, 2, 3 and 7, 0, -1 are collinear എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണ് കൊളീനിയർ? മടിപ്പം കൊളീനിയർ. ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഈ കൊളീനിയർ എന്ന് പറഞ്ഞ കാര്യം അറിയണം. അറിയാതെ ഒരു കുട്ടി ചെയ്യാൻ പോയിട്ടൊരു കാര്യമില്ല. എന്താണ് കൊളീനിയർ? ചിലവർ കേട്ടിട്ടുണ്ടോ, ചിലവർ അൺനോൺ ആയിട്ടുണ്ടോ. അപ്പോൾ കൊളീനിയർ എന്ന് പറയുന്നത് കൺസിഡർ നമ്പർ ലൈൻ അല്ലെങ്കിൽ എനി ലൈൻ സെഗ്മെന്റ് ഓർ ലൈൻ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ മിനിമം 2 പോയിന്റ് വേണം. മിനിമം 2 ഓർ മോർ പോയിന്റ്. ഇവിടെ ഞാൻ 3 പോയിന്റ് എടുത്തു, ABC. അപ്പോൾ A ഇവിടെയുണ്ട്, B ഇവിടെയുണ്ട്, പക്ഷെ C ഇവിടെയാണുള്ളത്. A and B are lies on the line, but C is not lies on the line. ഇവിടെ വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്താ പറയാം, these 3 points are not collinear. അപ്പോൾ സപ്പോസ് C എന്ന് പറയുന്ന പോയിന്റ് ലൈനിന്റെ മേലെയാണ് വിചാരിക്കുക. അപ്പോൾ കൊളീനിയർ എന്ന ഐഡിയ കിട്ടിയിട്ടുണ്ടോ? ഇത്രയേ ഉള്ളൂ കൊളീനിയറിനെ കുറിച്ചുള്ള പറയാനുള്ളത്. അപ്പോൾ നമുക്ക് കൊളീനിയർ പ്രൂവ് ചെയ്യാനുണ്ട്. ആദ്യം തന്നെ ഇതിനൊരു പേര് കൊടുക്കാം. അപ്പോൾ ഞാൻ ആൻസർ AO -2, 3, 5, BO 1, 2, 3, CO 7, 0, -1 ഇങ്ങനെ പേര് കൊടുത്തു. ഇനി ആദ്യം ചെയ്യേണ്ടത് ഒരു ഓർഡറിൽ ചെയ്യാം. AB = √, ഇത് രണ്ടാണ് ഉപയോഗിക്കുന്നത്, ഡിസ്റ്റൻസ് ഫോർമുല വയ്ക്കണം. സോ 1 - -2 ആണ്, ഹോൾ സ്ക്വയർ പ്ലസ് 2 - 3 ഹോൾ സ്ക്വയർ പ്ലസ് 3 - 5 ഹോൾ സ്ക്വയർ. ഇത് മൈനസ് ഇത്. അപ്പോൾ അതും നമുക്ക് എഴുതുമ്പോൾ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. √, ഇത് പ്ലസ് ആയി മാറും. അപ്പോൾ 3 ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം, 3 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ ആണ്. That equal to √9 + 1 + 4 ആണ്. equal to 9 + 1 + 4. That equal to √14. സോ AB എന്ന് പറയുന്നത് √14. അത് അവിടെ എഴുതിയേക്കാം. ഇനി അത് ആവശ്യമില്ല. ഇനി BC കണ്ടുപിടിക്കാം. BC എന്ന് പറയുന്നത് √, ഇതാണ് BC. 7 - 1 ഹോൾ സ്ക്വയർ പ്ലസ് 0 - 2 ഹോൾ സ്ക്വയർ പ്ലസ് -1 - 3 whole square. √6 whole square plus -2 whole square plus -4 whole square. √36 plus 4 plus 16. അപ്പോൾ ഇത് 20 ആയി മാറി. അപ്പോൾ 56 നേടും. അപ്പോൾ BC എന്ന് പറയുന്നത് √56 നേടും. അതും ഞാൻ എഴുതി വെച്ചു. ഇനി അടുത്ത് ഒന്നെങ്കിൽ AC എടുക്കാം, AC അല്ലെങ്കിൽ BC, AC അല്ലെങ്കിൽ CA. ഇപ്പോൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി AC എടുക്കുന്നതാണ് നല്ലത്. ഇവിടെ നിന്ന് ഇത് രണ്ടും എടുത്താൽ പോലെ. അപ്പോൾ മറ്റേ എടുക്കുമ്പോൾ പറയുന്നത് തെറ്റാൻ സാധ്യത. 7 - -2 ഹോൾ സ്ക്വയർ പ്ലസ് 0 - 3 ഹോൾ സ്ക്വയർ പ്ലസ് -1 - 5 ഹോൾ സ്ക്വയർ. അപ്പോൾ √, ഇത് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം മൈനസ് ആണ്. അപ്പം 9 ഹോൾ സ്ക്വയർ പ്ലസ് -3 ഹോൾ സ്ക്വയർ പ്ലസ് -6 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 81 + 9 + 36. സോ ദാറ്റ് ഈക്വൽ ടു ഇത് ആഡ് ചെയ്യുമ്പോൾ 90 ആണ്. 90 + 36 126 ഉണ്ടാവും. അപ്പോൾ AC എന്ന് പറയുന്നത് √126 വരും. √126 ഇത്രയും കിട്ടി. ഇനി ചെയ്യേണ്ട കാര്യം ഇത് 3 ഞാൻ ഇവിടെ എടുത്ത് എഴുതാം. സോ AB = അത് തമ്മിലൊന്ന് അനാലിസിസ് ചെയ്യുക. BC = √56, AC = √120. ഇതൊന്ന് അനലൈസ് ചെയ്യാം.
അപ്പോൾ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിലേഷൻ കണ്ടുപിടിച്ചാൽ മതി. അത് ശ്രദ്ധിക്കുന്നത് ഇതിൽ ഏറ്റവും ലോവസ്റ്റ് നമ്പർ ഏതാണ്? ലോവസ്റ്റ് നമ്പർ 14 ആണ്. അപ്പം ഇത് 14 കണക്ട് ചെയ്യുന്ന ഒരു നമ്പർ ആയിരിക്കും. അപ്പോൾ നോക്കാം, 14 × 1 ഇല്ല, 14 × 2 28 ആണ്, 14 × 3 അപ്പോൾ that equal to balance 1 42 ആണ്. 14 × 4 balance 1 അപ്പോൾ 56. അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടി. അപ്പോൾ 14 × 4 ആണ് 56. അപ്പോൾ ഇതും അതേപോലെ ഒരു കണക്ഷൻ വരും. 14 × ഞാൻ 9 എഴുതാം, കാരണം 9 ആവാൻ സാധ്യത 6 ബാലൻസ് 3 സോ 126. അപ്പോൾ ഇതും കണക്ഷൻ. അപ്പോൾ നിങ്ങളത് ഓരോന്നായിട്ട് ചെയ്താൽ ഏറ്റവും ലോവസ്റ്റ് നമ്പർ ഏതാണോ അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ. അപ്പോൾ ഞാൻ ബി സിനെ മാറ്റാണ്. ബി സി = √4 × 14 ആണ്. എ സി = √9 × 14 ആണ്. അപ്പോൾ ദാറ്റ് ഈക്വൽ ഇതിനെങ്ങനെ എഴുതാം? 2 × √14 എഴുതാം, 3 × √14 എഴുതാം. അപ്പോൾ നമുക്ക് എ ബിയും കിട്ടി, ബി സിയും കിട്ടി, എ സിയും കിട്ടി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കണക്ട് ചെയ്യാം? ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എ സി ആണ്. അപ്പോൾ എ സി = AB പ്ലസ് ബി സി ആണ്. ശരിയാണ് നോക്ക്. 3 √14 എ ബി എന്ന് പറയുന്നത് √14 പ്ലസ് ബി സി എന്ന് പറയുന്നത് 2 × √14 ആണ്. ഇത് 1 √14, ഇത് 2. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 3 √14 ആണ്. അപ്പോൾ therefore കൊളീനിയർ. പിന്നെ ഒരു ഹിഡൻ ആൻസർ ഇതിലുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ്, ഈ രണ്ട് രീതിയും വരാം. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, 100% സാറ്റിസ്ഫൈ ചെയ്യണം. സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ നിങ്ങൾ ചെയ്ത് വർക്ക് കിട്ടണം. അപ്പോൾ റീചെക്ക് എഗെയിൻ ആൻഡ് എഗെയിൻ. അതാണ് അവിടെയുള്ള ഒരു ഹിഡൻ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്.